ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അനുപമയുടെ കഥയാണ്. അനുപമ വലിയൊരു കോടീശ്വരിയാണ്. ഒരു ദിവസം അനുപമ അവളുടെ ചേച്ചിയെ വെറുതെ ഫോൺ വിളിക്കും. ജസ്റ്റ് വിശേഷങ്ങളൊക്കെ വെറുതെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വെറുതെ ഫോൺ വിളിക്കും. അവര് സംസാരിക്കാൻ തുടങ്ങിയതും അത്രേ ഉള്ളൂ, ചേച്ചിയും ഭർത്താവും ക്ലോസ്. അനുപമയ്ക്ക് ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് അവള് വരയ്ക്കാൻ പോകുന്നത് പഴക്കുല കയ്യിലേന്തിയ ഒരു കർഷകന്റെ ചിത്രമാണ്. ഇനി കുറച്ച് കോമഡി ആവാം. ഇതിനൊക്കെ എന്തോ വലിയ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതെന്താന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അനുപമയ്ക്ക് ഒരാൾ ഇഷ്ടമാണ്. അത് ആരെയാണെന്ന് അനുപമയ്ക്ക് അറിയില്ല. എങ്ങനെയുണ്ട്? കുറച്ചും കൂടി അങ്ങോട്ട് പോട്ടെ, നല്ല രസാ. അപ്പൊ പറഞ്ഞു വന്നത്, അനുപമയ്ക്ക് ഒരാൾ ഇഷ്ടമാണ്, പക്ഷെ അയാൾ ആരാണെന്ന് അനുപമയ്ക്ക് അറിയില്ല. സമയമാകുമ്പോ അയാൾ കടന്നു വരും എന്നാണ് അവള് വിശ്വസിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നായകൻ അർപ്പിത് കഥയിലേക്ക് കടന്നു വരുന്നത്. പേര് ശ്രദ്ധിച്ചു വെക്കണം, അർപ്പിത്, അർപ്പിക്കല്ല. അയാളെ കണ്ടതും ഒരു ചേച്ചി, എല്ലാവർക്കും എന്നെ മതി. അർപ്പിതിനെ കണ്ടതും അനുപമയ്ക്ക് അയാൾ ഇഷ്ടായി. പിന്നെ അങ്ങോട്ട് എവിടെ നോക്കിയാലും അർപ്പിതിന് അവിടെയൊക്കെ അനുപമ ഉള്ളതായിട്ട് തോന്നുകയാണ്. വേലക്കാരിയെ പോലും അയാള് വെറുതെ വിടുന്നില്ല. അങ്ങനെ അർപ്പിതിന്റെയും അനുപമയുടെയും കല്യാണം ഉറപ്പിച്ചു. അവര് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം അനുപമ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അത് സംഭവിച്ചത്. ആരാണ് അയാൾ? കയ്യിൽ കിട്ടിയ തോക്കും കൊണ്ട് അനുപമ നേരെ വീട്ടിലേക്ക് കയറി വന്നു. നോക്കുമ്പോ അതാ അയാള് വീണ്ടും. അയാൾക്കിപ്പോ ആ തോക്ക് വേണം. അനുപമ അത് കൊടുക്കാനായി അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അയാൾ താൻ ആരാണെന്ന് അനുപമയോട് പറയുകയാണ്. തീവ്രവാദികളെ ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സംഘത്തിലെ ആളാണ് ഇയാൾ. അമൻ എന്നാണ് ഇയാളുടെ പേര്. അമന്റെ ലുക്കും മസിലൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ അവൾക്കിപ്പോ അമൻ ഇഷ്ടായി. അർപ്പിതിനെ ഇപ്പൊ അവൾക്ക് വേണ്ട. എന്നടി നാനും പാത്തുകിട്ടേ இருக்கேன். അങ്ങനെ അമനും അനുപമയും പരസ്പരം അടുത്തു. കാലൊടിഞ്ഞ അനുപമയെ അയാൾ ചുമന്നുകൊണ്ട് പോവുകയാണ്. എങ്ങനെങ്കിലും കൊണ്ടുപോ. അവിടെ ഒരു പാട്ട്. ഒന്നും കാര്യമില്ല, അത് പോയി. നമ്മുടെ അർപ്പിത് ഇതൊന്നും അറിയുന്നില്ല. അയാളൊരു പൊട്ടൻ. അങ്ങനെ അർപ്പിതായിട്ടുള്ള കല്യാണം ഉറപ്പിക്കലിന്റെ അന്ന് അനുപമ തന്റെ വീട്ടുകാരോട് പറയും, എനിക്ക് അർപ്പിതിന് ഇഷ്ടല്ല, എനിക്ക് അമനെയാണ് ഇഷ്ടന്ന്. അഞ്ഞലിക്ക പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ട്. അതൊന്നും നിനക്കുള്ളതല്ല. ബോണ്ടയുണ്ട്, അത് വേണം നിനക്ക് തരാൻ. വേണോ? അപ്പൊ ആരാണ് ഈ അമൻ എന്ന് അവളുടെ വീട്ടുകാരെ അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ്. അമന്റെ വീട്ടിൽ പോയി നോക്കിയപ്പോ അവിടെ ആരുമില്ല. അമന്റെ ഒപ്പം അവൾ എടുത്ത ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോ അതിൽ അമനേ ഇല്ല. ചുരുക്കി പറഞ്ഞ അമൻ എന്നൊരാളില്ല. അനുപമ ഉണ്ടാക്കിയെടുത്ത ഒരു തോന്നല് മാത്രമാണ് ഈ അമൻ. അപ്പൊ ഇവള് ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഇതുവരെ അത് കണ്ടിട്ടില്ലേ? ശരി, ഇനി അതും പോട്ടെ. അപ്പോ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ എങ്ങനെ നടന്നു? എന്നാലും എങ്ങനെ? വേണ്ട, ഇവന്റെയൊക്കെ പുറകെ ഓടി തീർക്കാനുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം. അതുപോലെ അമന്റെ തോക്ക് ഇവളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. അപ്പൊ അതോ? മൊത്തത്തില് കൺഫ്യൂഷൻ ആയല്ലോ. സംഭവം എന്താന്ന് വെച്ചാ ഇവരൊരു വലിയ ട്വിസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ പൊളിഞ്ഞു. സംഭവം നൈസായിട്ട് പൊളിഞ്ഞുണ്ട്. അങ്ങനെ അമൻ എന്നൊരാളില്ല എന്ന് അനുപമ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അനുപമ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ വിവരം അറിഞ്ഞ് അർപ്പിത് വിമാനത്തിൽ പറന്നിറങ്ങി.
ഇനി എങ്ങാനും അയാൾക്കൊരു ചാൻസ് കിട്ടിയാലോ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പക്ഷെ അനുപമ പറഞ്ഞു, മോനെ അർപ്പിതേ, നീ വന്ന പോലെ തന്നെ തിരിച്ചു പൊക്കോ, എനിക്ക് അമൻ മാത്രം മതി. അത് അങ്ങനത്തെ ഒരു ഭ്രാന്തി. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞിണ്ടാവും, നടക്ക അമൻ മാത്രം മതിച്ച ഒരു കാർബോർഡിൽ വരച്ചിട്ട് ഇങ്ങോട്ട് വെട്ടിയെടുത്തോ. പക്ഷെ ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാ, ഈ സിനിമ എടുത്തോമാര് ഞാൻ ഈ പറഞ്ഞ കാര്യം വേറൊരു രീതിക്ക് ചെയ്തു വെച്ചിട്ടാണ്. അതാണ് ഈ സിനിമയുടെ കഥ. കേട്ടു നോക്ക്. അപ്പൊ അനുപമയുടെ ഈ ഡയലോഗ് കേട്ട അർപ്പിത് വന്ന പോലെ തന്നെ തിരിച്ചുപോയി. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതാ അമൻ അവരുടെ മുന്നിൽ. നോക്കുമ്പോ അത് അമനല്ല, കാണാൻ അമനെ പോലെയുള്ള വേറെ ഏതോ ഒരാൾ. ഇയാൾ ആരാ, ഏതാ, എവിടെന്നാ ഇതൊന്നും അറിയാതെ അനുപമയുടെ വീട്ടുകാര് അവളെ ഇയാളുടെ കൂടെ വിടുകയാണ്. അങ്ങനെ ഒടുവിൽ അനുപമയും ഇവനും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. എന്നാ പിടിച്ചോ, നിരന്ന് കിടക്ക് ടിസ്റ്റോള്, ഏത് വേണമെങ്കിലും എടുക്ക. ഇവൻ അമനല്ല, ഇവൻ അർപ്പിതാണ് ഇത്ര. എന്നിട്ട് ഇയാള് അനുപമ വരച്ചു വെച്ച അമന്റെ ചിത്രം എടുത്തിട്ട് അമേരിക്കയിൽ പോയി. എന്നിട്ട് അവിടത്തെ ഏതൊരു ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തു അത്രേ. നന്നായിണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ കൈ കൊണ്ട് വരച്ച ചിത്രം കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തു തരുമോ? ഏത് പൊട്ടനാണ് അത് എഴുതിയുണ്ടാക്കിയത്? അപ്പൊ വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് പോയാൽ മതി. അതേപോലെ തന്നെ ഒരു മുഖം അവര് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഇവർക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല, അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇന്ത്യയിൽ എവിടെ ഇങ്ങനത്തെ സ്ഥലം? അപ്പൊ ഇയാൾ പറയണം അമേരിക്കയിലത്തെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇങ്ങനെ ചെയ്ത്, കാരണം അവിടെ ഭയങ്കര ടെക്നോളജി ആണല്ലോ. പക്ഷെ ഞങ്ങൾ ചോദിക്കണു, അമേരിക്കയിൽ ഇങ്ങനത്തെ ഹോസ്പിറ്റൽ ഉണ്ടോ? നിങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് എടുത്തത് കുഴച്ച് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങുന്നതാണോ നിങ്ങളുടെ വിചാരം? അമേരിക്കയിലല്ല, ആഫ്രിക്കയിൽ പോയിട്ട് സർജറി ചെയ്താലും കൈയും കൊണ്ട് വരച്ച ചിത്രം നോക്കിയിട്ട് അതേപോലത്തെ ഒരു മുഖം വെച്ചെന്നു എന്നൊക്കെ പറഞ്ഞ എന്താണത്? കുറച്ച് ഓവറല്ലേ? അപ്പൊ കഥയിലേക്ക് വന്നാൽ, തനിക്ക് വേണ്ടി സ്വന്തം മുഖം പോലും മാറ്റിവെച്ച അർപ്പിതിനെ കെട്ടാൻ അങ്ങനെ അനുപമ തീരുമാനിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ദിവസം വന്നെത്തി. നോക്കുമ്പോണ്ട് ഇത് അർപ്പിത് വീണ്ടും അയാളുടെ പഴയ മുഖവുമായിട്ടിരിക്കുന്നു. ശരിയടാ, നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു തന്നെ വെച്ചോ. പക്ഷെ ഇതെങ്ങനെ? ഇയാള് മുഖം മാറ്റിയില്ലേ? ഇത് എന്താ, ഇത് മാസ്ക് ആണോ? ഇത് മറ്റേ കൃഷിന്റെ മാസ്ക് ആണോ? പോണു വെക്കണു, വീണ്ടും അഴിച്ചു വെക്കണു, അടുത്തത് ഇടണു, ഇത് എന്താ ഇത്? അപ്പൊ ഇയാളുടെ പഴയ മുഖം ആ ഹോസ്പിറ്റലുകാര് ഉണക്കായിട്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോയി ചോദിച്ചാൽ മതി, അതെ എന്റെ ആ പഴയ മുഖല്ലേ, അതൊന്നുകൂടി ഒന്ന് വെച്ചുതരൂ. പിന്നെന്താ, ഞങ്ങൾ അപ്പുറത്ത് ഉണക്കായിട്ടിരിക്കുക, വേഗം എടുത്തിട്ട് വരാം, ഒരു 5 മിനിറ്റ്. തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ ഒന്ന് തള്ളു. എന്തായാലും അങ്ങനെ അർപ്പിത് അനുപമയുടെ ഒപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നോക്കണു, ദാ വന്നു അമൻ. അങ്ങനെ അമനോട് അനുപമ പറഞ്ഞു, ഇപ്പൊ പറ്റില്ല, പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരാൻ. അവിടെ വെച്ച് ഈ പടം അവസാനിച്ചു. അതായത് കുറച്ചു നേരത്തെ അമനെ കാണിച്ചില്ലേ, അതും ഈ പെണ്ണിന്റെ തോന്നലാണ് എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കണ്. ഇന്നിപ്പോ അമൻ വന്നപ്പോ ഇയാൾ അമന്റെ മുഖം വെച്ചു, നാളെ പവൻ വരും, അപ്പൊ അയാളുടെ മുഖം ഇയാൾ വെക്കും. അങ്ങനെ മുഖം മാറ്റിവെച്ച് ഇയാൾ ദശാവതാരത്തിന്റെ പാർട്ട് 2 ഇറക്കും. എടോ, ഇത്രക്ക് ദാരിദ്ര്യമൊന്നും ഇല്ല, വേറെ വല്ല പെണ്ണിനെ നോക്കി ജീവിക്കടോ, വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. ഇത് ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത പോലെ. ഇന്നവൻ മുഖം മാറ്റി, നാളവൻ മാറ്റിയാലോ?